ദൃശ്യം 3യെ കുറിച്ച് പ്രേക്ഷകർക്കുള്ളത് ഒരുപാട് പ്രതീക്ഷകളാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്കിടയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ വരിക. ദൃശ്യം 3 ആദ്യ ഭാഗം പോലെയോ രണ്ടാം ഭാഗം പോലെയോ അല്ല. ജോർജ് കുട്ടിയുടെ ഇമോഷനുകളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ജഗപൊക ത്രില്ലർ പ്രതീക്ഷിച്ചു വന്നാൽ നിരാശയുണ്ടാകാം. പക്ഷേ അതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നാണ് ജിത്തു ജോസഫ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായത്. ദൃശ്യം 3യെ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യാൻ തനിക്ക് പോലും കഴിയില്ലെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത്. കാരണം വലതുവശത്തെ കള്ളൻ പോലുള്ള ചിത്രങ്ങൾ പോലും മെമ്മറീസിനോടും ദൃശ്യത്തോടുമാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിത്തു ജോസഫ് പറയുന്നത് മുൻവിധികളില്ലാതെ ഈ സിനിമ കാണാൻ വരിക. അതേ ആശയത്തോടാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ആശാ ശരത്തും സമ്മതം പറയുന്നത്. ദൃശ്യം 3 ഒരു ഇവന്റ് സിനിമയല്ല, അത് ഒരു ഇമോഷണൽ ജേണിയാണ് എന്നാണ് അവരുടെയും പ്രതികരണം. ദൃശ്യം 3 കാണേണ്ടത് ഉച്ചത്തിലുള്ള ആവേശത്തോടെയല്ല, നിശബ്ദമായ മനസ്സോടെയാണ് എന്നാണ് ഇരുവരും പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ദൃശ്യം 3യിൽ വരാൻ സംഭവിക്കാൻ പോകുന്നതെന്ന്. ദൃശ്യം 3യെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഇതുപോലുള്ള രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നത് വരെ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.